വാർത്തകളിലേക്ക്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ നടന്ന പുലികളി ചരിത്രത്തിലേക്ക്. 10 ദേശക്കാരുടെ പുലികൾക്കൊപ്പം വിയ്യൂർ ദേശത്തിന്റെ പെൺപുലികളും എത്തിയത് ആവേശകരമായി. നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടികളും കാണികളിൽ കൗതുകമുണർത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ നടന്ന പുലികളി ചരിത്രത്തിലേക്ക്. 10 ദേശക്കാരുടെ പുലികൾക്കൊപ്പം വിയ്യൂർ ദേശത്തിന്റെ പെൺപുലികളും എത്തിയത് ആവേശകരമായി. നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടികളും കാണികളിൽ കൗതുകമുണർത്തിയാണ് നഗരം വിട്ടത്. വിയ്യൂർ ദേശത്തിന്റെ സംഘമാണ് പുലിക്കോട്ടിനൊപ്പം താളം പിടിച്ച് ആദ്യം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങിയത്. പിന്നാലെ മറ്റു സംഘങ്ങളുടെ പുലികളും ആവേശപ്പകർച്ചയേകി. ത്രിപുടതാളത്തിനൊപ്പം ചുവടുറപ്പിച്ച പുലികൾ കാണികളെ ത്രസിപ്പിച്ച നഗരവീതിയിലൂടെ നടന്നു നീങ്ങി. നിശ്ചല ദൃശ്യങ്ങളുടെ അവതരണവും പുലിവണ്ടികളിലെ വിസ്മയ കാഴ്ചകളും കാണികളെ കൗതുകമുണർത്തി. ചരിത്രം തിരുത്തി ഇക്കുറിയെത്തിയ പെൺപുലികൾക്കായുള്ള കാത്തിരിപ്പിനൊടുവിൽ പുലിക്കോട്ടിനൊപ്പം പെൺമണികൾ താളം ചവിട്ടിയ വിയ്യൂർ ദേശത്തിന്റെ കടന്നുവരവ്. 10 സംഘങ്ങളിലായി 500-ലധികം പുലികളും 50-ലധികം പ്ലോട്ടുകളുമാണ് ഇക്കുറി പുലിക്കളിക്കായി എത്തിയത്. ക്യാമറമാൻ PP സലീമിനും അഭിലാഷിനുമൊപ്പം CG ദിൽജിത്ത്. അപാകതകൾ പരിഹരിച്ച് പ്രവേശന പട്ടിക പ്രസിദ്ധീകരിക്കാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ അന്ത്യശാസനം. 5 കോളേജുകൾ പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കണം. 6 കോളേജുകൾ വെബ്സൈറ്റ് പുനഃപ്രസിദ്ധീകരിക്കണം. തലവരിപ്പണം വാങ്ങിയെന്ന പരാതിയിൽ തെളിവ് ഹാജരാക്കാൻ രക്ഷകർത്താക്കൾക്കും നിർദ്ദേശം നൽകി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 521 പരാതികളാണ് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ചത്. ഇതിൽ വിശദമായ പരിശോധനയാണ് നടത്തിയത്. പരാതികളിൽ ഭൂരിപക്ഷവും ഗൌരവമേറിയതാണെന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി വിലയിരുത്തി. തുടർന്നാണ് നടപടിക്രമങ്ങൾ ലംഘിച്ച കോളേജുകൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. അപാകതകൾ പരിഹരിച്ച് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അൽ അസർ, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, കണ്ണൂർ, കരുണ, അസീസിയ മെഡിക്കൽ കോളേജ് എന്നിവർക്ക് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശം നൽകി. PK ദാസ്, VM വയനാട്, SUT, ഗോകുലം, ട്രാവൻകൂർ, മൗണ്ട് സിയോൺ കോളേജുകൾക്ക് പരാതികളിൽ അടിയന്തര പരിഹാരം കാണാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമക്കേടുകൾ കണ്ടെത്തിയ 3 സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകളിൽ നിന്നും നേരിട്ട് തെളിവെടുക്കും. 20-നാണ് ഇവരിൽ നിന്നും തെളിവെടുക്കുക. ഇവരുടെ വിശദീകരണം ലഭിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. നിസാര കാരണങ്ങൾ പറഞ്ഞാണ് പല മാനേജ്മെന്റുകളും അർഹരായ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ തള്ളിയതെന്നും ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി വിലയിരുത്തി. ശ്രീനാരായണ മെഡിക്കൽ കോളേജ് തള്ളിയ 7 കുട്ടികളുടെ അപേക്ഷ പുനഃപരിശോധിക്കാനും ഉത്തരവിട്ടു. വ്യാപകമായി തലവരിപ്പണം കോളേജുകൾ ആവശ്യപ്പെട്ടതായും പരാതി ലഭിച്ചിരുന്നു. പരാതിക്കാരനോട് ഇതിനുള്ള തെളിവുകൾ ഹാജരാക്കാനും കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോളേജുകൾ പ്രസിദ്ധീകരിക്കുന്ന പുതിയ ലിസ്റ്റുകളും ജെയിംസ് കമ്മിറ്റി നിരീക്ഷിക്കും. ക്രമക്കേടുകളില്ലാത്ത നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ക്രമക്കേടുകളില്ലാതെ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.